ചൂരൽമല മുണ്ടക്കൈ പ്രദേശം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയാണ്. ന്യൂസ് മലയാളത്തിൻ്റെ FPV ഡ്രോൺ ക്യാമറ പകർത്തിയതുപോലെ ആയിരുന്നില്ല പക്ഷേ 4 ദിവസം മുമ്പ് ഈ നാട്. എത്ര വലിയ പ്രകൃതി ദുരന്തമാണ് അവിടെ ഉണ്ടായത് എന്നത് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ വലിയ ആഘാതത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ദുരന്ത അതിജീവന വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. വയനാട് ദുരന്തത്തിൽ മരണം 344 ആയി. മണ്ണിനടിയിൽ മനുഷ്യരെ തേടി 4ാം ദിനവും രക്ഷാദൗത്യം തുടരുന്നു. ഇന്ന് കണ്ടെത്തിയത് 14 മൃതദേഹം. കണ്ടെത്താനുള്ള 209 പേരിൽ 49 കുട്ടികളെന്ന് ഔദ്യോഗിക കണക്ക്. തിരിച്ചറിയാൻ കഴിയാത്ത ശരീരാവശിഷ്ടങ്ങളടക്കം പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിക്കും. ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയത് 178 മൃതദേഹം. ജീവന്റെ തുടിപ്പ് തേടി മുണ്ടക്കൈയിൽ റഡാർ പരിശോധന. ലഭിച്ച സിഗ്നലുകൾ വിശദമായി പരിശോധിക്കുന്നു. മണ്ണ് നീക്കിയുള്ള പരിശോധന ഊർജിതം. 4ാം നാൾ നടന്നത് സോൺ തിരിച്ചുള്ള ദൗത്യം. 6 സോണുകളിലായി 40 പേർ വീതമുള്ള സംഘം. സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രിതല ഉപസമിതി വയനാട്ടിൽ. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 597 കുടുംബങ്ങൾ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഗർഭിണികളടക്കം 2303 പേർ ക്യാമ്പുകളിൽ. രാഹുലും പ്രിയങ്കയും ഇന്നും വയനാട്ടിൽ. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ഔദ്യോഗിക അനുശോചനം അർപ്പിച്ച് കേരള ഹൈക്കോടതി. ദുരന്തമുഖത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട ISRO. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിൽ. പാറക്കെട്ടുകൾ ഉൾപ്പെടെ ഒഴുകിയെത്തിയത് 8 കിലോമീറ്റർ ദൂരത്തേക്ക്. കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 49 കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തെങ്ങനെ വേണം എന്ന് സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടെ കണ്ട ശേഷം നമുക്ക് അതിനെ സംബന്ധിച്ചോളം ആലോചിക്കാൻ കഴിയുന്നതാണ്. ദുരന്തത്തിൽ 49 കുട്ടികൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി ശിവൻകുട്ടി. വെള്ളാർമല GVHSS-ഉം മുണ്ടക്കൈ GLPS-ഉം പുനർനിർമ്മിക്കും. മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും ശിവൻകുട്ടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് CPM. സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടി ശുദ്ധ കള്ളം പറയുന്നതാണ് RSSന്റെ രീതിയെന്ന് MV ഗോവിന്ദൻ. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഈ മാസം പകുതിയോടെ കേരളത്തിൽ അതിതീവ്ര മഴയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്തിന് ജാഗ്രതാ നിർദ്ദേശം. ഹിമാചലിലെ മേഘവിസ്ഫോടനത്തിലെ മരണം 11 ആയി. കാണാതായ 50 പേർക്കായി രക്ഷാപ്രവർത്തനം തുടരുന്നു. കേദാർനാഥിലേക്കുള്ള പാലം തകർന്നതോടെ തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നെന്ന് റിപ്പോർട്ട്. നീറ്റിൽ അന്തിമ വിധി. പുനഃപരീക്ഷ വേണ്ട എന്ന് സുപ്രീംകോടതി ഉത്തരവ്. വ്യാപകമായ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല. പട്നയിലും ഹസാരിബാഗിലും ചോദ്യപേപ്പർ ചോർച്ച ഒതുങ്ങിയെന്നും സുപ്രീംകോടതി. പരീക്ഷാ ക്രമക്കേട് തടയാൻ കോടതിയുടെ മാർഗനിർദ്ദേശം. ഇസ്രായേലിനെതിരെ പലസ്തീൻ അനുകൂല അറബ് മേഖലയിൽ പ്രതിഷേധം ശക്തം. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിൽ പ്രതിഷേധം. എന്തും നേരിടാൻ തയ്യാറെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും പ്രതിസന്ധിയിൽ.